+2 വിദ്യാർത്ഥികൾ, പിതാവിന്റെ സുഹൃത്തുക്കൾ, കായിക അധ്യാപകൻ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. പത്തനംതിട്ടയിൽ ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ഡയറിയിൽ ഇങ്ങനെ 62 പേരുകളുണ്ട്. തൻ്റെ ജീവിതം പിച്ചി ചീന്തിയവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ ഭീതിയാണ്. കേസിൽ ഇതുവരെയും അറസ്റ്റിലായത് 43 പ്രതികൾ. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന 4 പേരുടെയും മറ്റൊരു പ്രതിയുടെയും അറസ്റ്റുകൾ രേഖപ്പെടുത്തി. 29 FIRകളും പോലീസ് രജിസ്റ്റർ ചെയ്തു. പ്രതിപ്പട്ടികയിലുള്ളവരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. വിദേശത്തും മറ്റ് സംസ്ഥാനത്തുമുള്ള പ്രതികളെ കണ്ടെത്തുന്നതിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ നീക്കം. പത്തനംതിട്ട, പന്തളം, ഇലവുംതിട്ട, മലയാളപ്പുഴ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലായാണ് അറസ്റ്റുകൾ. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ 43 പേർ അറസ്റ്റിലായി. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. 13 വയസ്സ് മുതൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സുണ്ട്. പ്രതികളിൽ പലരും വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലുമാണ്. ഇവരെ കണ്ടെത്തുന്നതിന് ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കും. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ 4 പേരുടെ അടക്കം അറസ്റ്റുകൾ റെക്കോർഡ് ചെയ്തു. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. +2 വിദ്യാർത്ഥികൾ, പിതാവിന്റെ സുഹൃത്തുക്കൾ, കായിക അധ്യാപകൻ, ഇയാളുടെ സഹായികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇങ്ങനെ നീളുന്നു പീഡിപ്പിച്ചവരുടെ പട്ടിക. ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയവരുടെ പേരുകൾ പെൺകുട്ടി ഡയറിയിൽ എഴുതി സൂക്ഷിച്ചത് കേസന്വേഷണത്തിന് സഹായകമായി. പ്രതികൾ പെൺകുട്ടിയുമായി സംസാരിച്ച ഫോൺ രേഖകളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ചാണ് അറസ്റ്റുകൾ. പ്രായപൂർത്തിയാകാത്ത 4 പേർ പ്രതിപ്പട്ടികയിലുണ്ട്. പത്തനംതിട്ട സ്റ്റേഷനിൽ 11 കേസും ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ 16 കേസുമുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി 29 FIRകളാണ് എടുത്തിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട.